ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയെ സമീപിച്ചു. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയായ സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്നാണ് ആവശ്യം. ജാമ്യാപേക്ഷ കോടതി വ്യാഴാഴ്ച പരിഗണിക്കും. സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്ന SITക്ക് മുന്നിൽ മൊഴി നൽകും. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാകും രമേശ് ചെന്നിത്തല മൊഴി നൽകുക. സിജോ വി ജോൺ ചേരുന്ന വിവരങ്ങളുമായി. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പത്മകുമാറിന് ജാമ്യമില്ല. കൊല്ലം വിജിലൻസ് കോടതിയെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമാണെന്നായിരുന്നു പ്രതിഭാഗം വാദം. എന്നാൽ പത്മകുമാറിന് സ്വർണ്ണക്കവർച്ചയിൽ നിർണായക പങ്കുണ്ട് എന്ന പ്രോസിക്യൂഷൻ വാദം ജാമ്യാപേക്ഷയുമായി മേൽക്കോടതിയെ സമീപിക്കാനാണ് പത്മകുമാറിന്റെ ഇനിയുള്ള നീക്കം. സിജോ വി ജോൺ ചേരുന്നു. സിജോ, ഒരിടത്ത് പത്മകുമാറിന്റെ വാദം തള്ളുന്നു, മറ്റൊരിടത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷയുമായി എത്തുന്നു. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളിയിൽ കൊണ്ടുപോയതിൽ കൂട്ടുത്തരവാദിത്തമാണ് തനിക്ക് മാത്രമല്ല പങ്കുള്ളതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നത്. ആ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന വിവരം. ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നത് അത് അന്വേഷണത്തിന് സ്വാധീനിക്കപ്പെടാമെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു നടപടികളിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഇനിയും കാത്തിരിക്കേണ്ടി വരും പത്മകുമാറിന് പുറത്തിറങ്ങണമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം. ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു അപ്ഡേഷൻസ് വരുന്നത്. ഈ കേസിലെ രണ്ട് കേസുകളിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഉടൻ തന്നെ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ അടുത്ത വ്യാഴാഴ്ചയായിരിക്കും കോടതി പരിഗണിക്കുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആർക്കും ജാമ്യം അനുവദിച്ചിട്ടില്ല. തനിക്ക് കൂട്ടുത്തരവാദിത്തം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പത്മകുമാർ കോടതിയെ സമീപിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തനിക്ക് ജാമ്യം നൽകണമെന്നൊരാവശ്യം പത്മകുമാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വാദങ്ങളൊന്നും കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഇനി മേൽക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ടാണ് പത്മകുമാറിന്റെ തീരുമാനം. ലിജോ റോൺസ് കൂടി ചേരുന്നു കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. ലിജോ, എന്ത് കാരണം ചൂണ്ടിക്കാട്ടിയാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്? യുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിച്ച ജാമ്യാപേക്ഷകൾ ഒന്നും തന്നെ ഇതുവരെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. സമാന സ്ഥിതി തന്നെയാണ് ഇപ്പോൾ പത്മകുമാറിന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. മുൻ ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ ജാമ്യ ഹർജിയും കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. ഇതിപ്പോൾ കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷയുമായി വന്നത്. ഈ കോടതിയിൽ പ്രധാനമായി ഉന്നയിച്ചിരുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് തനിക്ക് മാത്രമല്ല ഒരു കൂട്ടുത്തരവാദിത്തമാണ്. അപ്പോൾ താൻ മാത്രം എങ്ങനെയാണ് ഇതിൽ പ്രതിയാകുന്നത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഉയർത്തിയിരുന്നത്. എന്നാൽ പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വർണ്ണപ്പാളി മാറ്റി ചെമ്പ് പാളി എന്ന രീതിയിൽ എഴുതുന്ന സമയത്ത് എന്തുകൊണ്ട് പത്മകുമാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു? അത് പത്മകുമാർ അതിനെ എതിർത്തില്ല. എതിർത്തൊരു നോട്ട് പോലും അതിൽ വയ്ക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ പത്മകുമാറിനും കൂട്ടുത്തരവാദിത്തം മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പത്മകുമാറിന്റെ ജാമ്യം തള്ളിയിരിക്കുന്നത്. ഇനി മേൽക്കോടതിയെ സമീപിക്കുന്നുള്ളൊരു കാര്യമാണ് പത്മകുമാറിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അജിനി, ശരി. എന്തായാലും പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നു. കൂട്ടുത്തരവാദിത്തമാണ് സ്വർണ്ണക്കൊള്ളയിലെന്ന പത്മകുമാറിന്റെ വാദം കോടതി പരിഗണിച്ചില്ല. കോടതി നിർണായക പങ്കുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന് എന്നാണ് കോടതി കണ്ടെത്തിയത്. സിജോ വി ജോൺ കൂടി ചേരുന്നു. സിജോ, ഈ രമേശ്